നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീത്വത്തെ അപമാനിച്ച കേസിൽ അഡ്വക്കേറ്റ് BA ആളൂർ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ ഇന്ന് പരിഗണിക്കും. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന വകുപ്പ് ചുമത്തി എറണാകുളം സെൻട്രൽ പോലീസ് എടുത്ത കേസിലാണ് ജാമ്യം തേടിയത്. ഹർജിയിൽ പോലീസിനോട് ഇന്ന് നിലപാട് അറിയിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗുരുതര കുറ്റം ചുമത്താത്തതിനാൽ മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യമില്ലെന്നാണ് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചത്. വസ്തു കേസ് വേഗത്തിലാക്കാൻ ജഡ്ജിക്കും കമ്മീഷണർക്കും നൽകാൻ 3 ലക്ഷം രൂപ അഡ്വക്കേറ്റ് ആളൂർ വാങ്ങിയെന്നാണ് അതിജീവിത കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. സംഭവത്തിൽ ബാർ കൗൺസിലിന് യുവതി പരാതി നൽകി. ആളൂർ ഓഫീസിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിൽ പോലീസിൽ പരാതി നൽകിയ യുവതിയാണ് അഭിഭാഷകനെതിരെ കൂടുതൽ ആരോപണവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്റെ വസ്തു കേസ് ജില്ലാ കോടതിയിലുണ്ട്. ബംഗളൂരുവിൽ സ്ഥിരതാമസമായി തനിക്ക് കേസിന്റെ ആവശ്യത്തിന് നിരന്തരം നാട്ടിലെത്താൻ കഴിയുമായിരുന്നില്ല. എന്നാൽ കേസ് വേഗത്തിൽ തീർക്കാൻ ജഡ്ജിക്കും പോലീസിനും പണം നൽകിയാൽ മതിയെന്ന് ധരിപ്പിച്ച് 2 തവണയെ 3 ലക്ഷം രൂപ വാങ്ങുകയായിരുന്നെന്നും യുവതി പറഞ്ഞു. കമ്മീഷണർക്ക് നൽകാനെന്ന പേരിൽ മാർച്ച് 18-നും ജഡ്ജിയുടെ പേരിൽ ജൂൺ 5-നാണ് പണം കൈമാറിയതെന്നുമാണ് ബാർ കൗൺസിലിന് നൽകിയ പരാതിയിൽ യുവതി വ്യക്തമാക്കുന്നത്. യുവതിയുടെ പരാതി അടുത്ത ജനറൽ കൗൺസിൽ യോഗം പരിശോധിക്കുമെന്നാണ് ബാർ കൗൺസിൽ ചെയർമാൻ വ്യക്തമാക്കിയത്. യുവതി നൽകിയ ലൈംഗിക അതിക്രമ കേസിൽ ഹൈക്കോടതി അഡ്വക്കേറ്റ് ആളൂരിന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞ പോലീസിന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരാതി കെട്ടിച്ചമച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടി ആളൂർ നൽകിയ ഹർജിയിലായിരുന്നു നടപടി. കേസിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്താത്തതിനാൽ മുൻകൂർ ജാമ്യ ഹർജിയുടെ ആവശ്യമില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിക്കുകയായിരുന്നു. വക്കീൽ ഫീസ് ചോദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പരാതിക്ക് പിന്നിലെന്ന് ആളൂർ കോടതി അറിയിച്ചു. എറണാകുളം സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സെൻട്രൽ പോലീസ് കേസെടുത്തത്. ജനുവരി 31-ന് അഡ്വക്കേറ്റ് ആളൂരിന്റെ കൊച്ചിയിലെ ഓഫീസിൽ വെച്ച് ഉച്ചയ്ക്ക് 1 മണിയോടെ തന്റെ അനുവാദമില്ലാതെ ശരീരത്തിൽ കടന്നു പിടിച്ചെന്നായിരുന്നു യുവതി നൽകിയ പരാതിയിൽ പറയുന്നത്. കേസിന്റെ കാര്യം സംസാരിക്കാൻ ഓഫീസിന് മുകളിലുള്ള ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു സംഭവം. തന്റെ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഫീസ് ആളൂർ ചോദിച്ചിരുന്നു. അത്രയും പണം കയ്യിലില്ലെന്ന് പറഞ്ഞപ്പോൾ സഹകരിച്ചാൽ മതിയെന്നും ഫീസ് വേണ്ടെന്നും പറഞ്ഞതായും പരാതിയിലുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായി കേസുമായി ബന്ധപ്പെട്ട് ആളൂരിനെ അറിയാമെന്നും പല ഘട്ടങ്ങളിലായി ഫീസ് ഇനത്തിൽ ലക്ഷങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ പരാതിക്ക് പിറകിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആളൂർ പ്രതികരിക്കുന്നത്. യുവതി ഓഫീസിലെത്തി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ജൂനിയർ അഭിഭാഷകർ അടക്കം ഓഫീസിലുണ്ടായിരുന്നു. യുവതിയുടെ കേസിൽ തന്റെ ജൂനിയർ അഭിഭാഷകരെ നേരിട്ട് ഇടപെടുത്തുന്നതിൽ പരാതിക്കാരിയായ യുവതിയുമായി തനിക്ക് ചില തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ വിരോധമാകാം പരാതിക്ക് പിറകിലെന്നും ആളൂർ പറയുന്നു. അഡ്വക്കേറ്റ് BA ആളൂരിന്റെ അറസ്റ്റ് ഫെബ്രുവരി 5 വരെ ഹൈക്കോടതി തടഞ്ഞിരുന്നു. കേസ് നൽകുമെന്ന് അറിയാമായിരുന്ന ആളൂർ പലതവണ തന്നെയും സുഹൃത്തിനെയും നിരന്തരമായി വിളിച്ചതായി അതിജീവിത പറഞ്ഞിരുന്നു. എന്നാൽ ഈ കോളുകൾക്ക് പ്രതികരിച്ചില്ലെന്നും യുവതി പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.